ഏതായാലും നമ്മൾ ചെയ്യുന്നത് ഒരു സേവനമാണ്, സർവീസാണ് എന്നുള്ള ഒരു കൃത്യമായ ബോധ്യത്തോടു കൂടി തന്നെ നന്നായി ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനും ആ അവസരത്തിൽ കൂടെ ദൈവം നമുക്ക് അനുഗ്രഹം നൽകുന്നുണ്ട്. അപ്പോ അതിന് സഹായിക്കുന്ന കുറെ നല്ല പ്രൊഡക്റ്റുകളെ പറ്റിയാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് പ്രധാനമായി ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സ്ത്രീ വിഷയവുമായിട്ടാണ്. സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റുന്ന കുറെ നല്ല കണ്ടന്റുകൾ അടങ്ങിയിട്ടുള്ള നല്ല പ്രൊഡക്റ്റുകൾ നമുക്ക് കമ്പനി തന്നിട്ടുണ്ട്. അതില് സ്ത്രീകളെ സംബന്ധിച്ചോളം പീരീഡ്സുമായി ഉണ്ടാകുന്ന കോംപ്ലിക്കേഷനെ തരണം ചെയ്യാൻ ഇന്ന് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടുന്നതിൽ ഏറ്റവും മികച്ച കുറച്ച് പ്രൊഡക്റ്റുകളെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം നമുക്ക് എല്ലാവർക്കും അറിയാം, സ്ത്രീകളെ സംബന്ധിക്കുന്നത് എന്നുള്ളത് അതേ പേര് തന്നെ സ്ത്രീകളെ സഹായിക്കുന്ന, സ്ത്രീകളുടെ കൂട്ടുകാരി എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് വുമൺ കമ്പാനിയൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. അപ്പോ ആ വുമൺ കമ്പാനിയൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റിലേക്ക് അടങ്ങിയിട്ടുള്ള കണ്ടന്റുകൾ, ഒരുപാട് കണ്ടന്റുകൾ അതിലുണ്ട്. ഇത്രയും റേറ്റ് കുറച്ച് എങ്ങനെയാണ് കമ്പനി കൊടുക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും അത്ഭുതമാണ്. അത്രയും കണ്ടന്റുകൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് നമുക്കറിയാം പച്ചൂട്ടി, മഞ്ചട്ടി, അരണമരം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നന്നാറി അടങ്ങിയിട്ടുണ്ട്, കുറുന്തോട്ടി, ഞെരിഞ്ഞിൽ അടങ്ങിയിട്ടുണ്ട്, ബ്രഹ്മി അടങ്ങിയിട്ടുണ്ട്, ശംഖുപുഷ്പം, അശോകം, സഫേദ് മുസ്ലി, തഴുതാമ, അശ്വഗന്ധ, താതിരിപ്പൂവ്, മരമഞ്ഞൾ, ഇരട്ടി മധുരം, ചെമ്പരത്തിപ്പൂവ്, മുത്തങ്ങ, അടക്കാമണിയൻ എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്, അത് അടങ്ങിയിട്ടുണ്ട്, ശതാവരി അടങ്ങിയിട്ടുണ്ട്, ചമത അടങ്ങിയിട്ടുണ്ട്, തേൻ അടങ്ങിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞ 20ഓളം കണ്ടന്റുകൾ അതിനകത്തുണ്ട്. പക്ഷെ നമ്മൾ പറയുന്ന സമയത്ത് അത്രയൊന്നും പറയാറില്ല. അതിനകത്ത് നമ്മൾ പറയാ പച്ചൂട്ടി, മഞ്ചട്ടി, അരണമരം, ശതാവരിക്കിഴങ്ങ്, മരമഞ്ഞൾ, അങ്ങനെയുള്ള കുറച്ച് കണ്ടന്റുകളെ പറ്റി മാത്രമേ നമ്മൾ പറയാറുള്ളൂ. അശോകന്തൊക്കെ മാത്രമേ പറയാറുള്ളൂ. എല്ലാ കണ്ടന്റുകളും നമുക്ക് എടുത്തു വെച്ച് ഇത് സ്ക്രീനിൽ കാണിക്കാൻ കഴിയാത്തതുകൊണ്ട് അത്രയും കാര്യങ്ങൾ പറയുന്നത്. പ്രധാനപ്പെട്ട കണ്ടന്റ് ആയതുകൊണ്ടാണ് അതിനെ എടുത്തു പറയുന്നത്. ഏതായാലും നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, അതിനകത്ത് 20ഓളം കണ്ടന്റുകൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഈ കണ്ടന്റുകളൊക്കെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചമതക്കു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറെ ഗുണങ്ങളുണ്ട്. നമ്മളെ ആന്റി ക്യാൻസർ ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. സഫേദ് മുസ്ലി എന്ന് പറയുന്നത് നമുക്ക് പല സമയത്തും അറിയാം, മുസ്ലി പവർ എക്സ്ട്രാ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ലൈംഗിക ശേഷിയും ലൈംഗിക ആരോഗ്യവും ഒക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഞെരിഞ്ഞിൽ പൊതുവെ നമുക്ക് പെയിൻഫുൾ ആയിട്ടുള്ള പീരീഡ്സിനൊക്കെ ഒഴിവാക്കിയെടുക്കാൻ സഹായിക്കും. അതുപോലെ തഴുതാമ ശരീരത്തിനെ മൊത്തം ശുദ്ധീകരിക്കുക വഴി അതിലും നമുക്ക് ശരീരത്തിന് നല്ല ഗുണം ചെയ്യും. ഇതും കഴിക്കേണ്ട രീതി എന്ന് പറയുന്നത്, സാധാരണ സ്ത്രീക്ക് ഒരു കോഴ്സായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരരുത് എന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം 2 ടീസ്പൂൺ രാവിലെയും രാത്രിയുമായി ഒരു 3 മാസത്തെ കോഴ്സ് പൂർത്തീകരിക്കുകയും ഓരോ 6 മാസം കൂടുന്ന സമയത്തും 1 മാസത്തെ കോഴ്സായിട്ട് ഇതിനെ തുടർന്ന് പോവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പീരീഡ്സുമായി ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസിനെ പരിഹരിക്കാൻ ഇത് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇനി അതേ സമയത്ത് ചില കോംപ്ലിക്കേഷൻസ് ഓൾറെഡി ഉള്ള സ്ത്രീകളെ സംബന്ധിച്ചോളം അവർക്ക് ഇതിന്റെ കോഴ്സിന്റെ ലെവൽ എന്ന് പറയുന്നത് പല പ്രൊഡക്റ്റുകളുടെയും കോമ്പിനേഷന്റെ കൂട്ടത്തിൽ ഒന്ന് മാത്രമായിട്ട് ഇതിനെ ഉപയോഗിക്കുകയും ആ സമയത്ത് തന്നെ നമുക്ക് ഇതിന്റെ അളവിൽ ചെറിയൊരു വർധനവ്, അതായത് 3 ടീസ്പൂൺ രാവിലെയും രാത്രിയും എന്നുള്ള രീതിയിലേക്ക് ഉപയോഗിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് ഞാൻ ഈ പറഞ്ഞ വുമൺ കമ്പാനിയൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഇനി നമുക്ക് അതിനോടൊപ്പം നമുക്കറിയാം, പീരീഡ് സംബന്ധമായ പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ അതിനേക്കാൾ മികച്ച രീതിയിൽ ഇവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. അതിലൊന്നാണ് PCOD, PCOS എന്ന് പറയുന്ന, രണ്ടും ഒന്ന് തന്നെ. PCOD എന്ന് പറഞ്ഞാൽ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്ന് പറയും. പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PCOS ആയി. PCOS എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കോംപ്ലിക്കേഷൻ ആണ്. രണ്ടും സെയിം സംവിധാനം തന്നെ. അതായത് നമ്മൾ അണ്ടാശയത്തിൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷനെയാണ് PCOD ആയാലും PCOS ആയാലും പറയുന്നത്. ഗർഭാശയം അണ്ടാശയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോ PCOD, PCOS പോലുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് അതിന്റെ കുറെ ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കും. ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ് ആയിരിക്കും. 2-3 മാസം കൂടുമ്പോൾ ഒക്കെ പീരീഡ്സ് വരികയും ഒക്കെ അങ്ങനെയുള്ള കൃത്യതയില്ലാത്ത പീരീഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു കാര്യം ചിലപ്പോൾ അതായിരിക്കാം. അതേപോലെ തന്നെ എന്താ പറയാ, നല്ല തടിയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. PCOD ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഓവർ വെയിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ PCOD ഒക്കെ വരാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ട്. അതിന്റെ ഭാഗമായിട്ടാണ് കൂടുതലും വരുന്നത്. പിന്നെ ചില ആളുകൾക്കൊക്കെ പാരമ്പര്യമായിട്ടൊക്കെ ചെറിയ തോതിലൊക്കെ വരാറുണ്ട്. ചില പാരമ്പര്യം എന്ന് ഉദ്ദേശിക്കുന്നത് ജീവിതശൈലി, ഒരു ഫാമിലിയിൽ ഒരേ ജീവിതശൈലി ആയിരിക്കും ഏകദേശം എല്ലാ ആളുകൾക്കും ഉണ്ടാകുക. അതുകൊണ്ട് വരുന്ന കുറെ ബുദ്ധിമുട്ടുകളായിട്ട് വരും. പിന്നെ നമ്മുടെ ഭക്ഷണ രീതിയിലൊക്കെ ഇന്ന് വന്ന ഒരുപാട് മാറ്റങ്ങൾ ഇതിനെ വല്ലാതെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോ അതിനകത്ത് അടങ്ങിയിട്ടുള്ള കണ്ടന്റുകളെ പറ്റി പറയുകയാണെങ്കിൽ, ഒന്ന് മന്ദാരം എന്ന് പറയും.
നമ്മുടെ പ്രൊഡക്റ്റിന് മുകളിൽ ഗാന്ധാരി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷെ മന്ദാരം എന്ന് പറയുന്ന അല്ലെങ്കിൽ കഞ്ചനാര എന്നറിയപ്പെടുന്ന ഒരു കണ്ടന്റ് ആണ്. മറ്റൊന്ന് മുരിങ്ങയാണ്. മുരിങ്ങ നമുക്കറിയാം ശരീരത്തിലെ ടോക്സിൻസ് ഒക്കെ നന്നായി റിമൂവ് ചെയ്യുന്നതോടൊപ്പം തന്നെ നല്ല ദഹന പ്രക്രിയയൊക്കെ ക്ലിയർ ആക്കും. അപ്പോ നമ്മളെ ബ്രെയിനിനൊക്കെ നന്നായി സഹായിക്കുന്ന ഫംഗ്ഷനൊക്കെ സഹായിക്കുന്നതാണ്. അതുപോലെ ലൈംഗിക ശേഷിയെ വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ സ്കിന്നിന്റെ പെർഫെക്ഷൻ ഏറ്റവും നല്ലതാണ് മുരിങ്ങ. അതുപോലെ തന്നെ കൃമിശല്യം ഉള്ള ആളുകളെ സംബന്ധിച്ചോളം സ്ഥിരമായി മുരിങ്ങ കഴിക്കുന്നുണ്ടെങ്കിൽ കൃമിശല്യമൊക്കെ ഓട്ടോമാറ്റിക് പോകുന്നതാണ്. അപ്പൊ അതിനകത്ത് മുരിങ്ങ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഗുഗ്ഗുലു എന്ന് പറയുന്ന ഒരു കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഗുഗ്ഗുലു പൊതുവെ ശരീരത്തെ കൊഴുപ്പിനെ നിർവീര്യമാക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഗുഗ്ഗുലു എന്ന് പറയുന്നത്. ശിലാജിത്ത് അല്ലെങ്കിൽ കന്മദം എന്ന് പറയുന്ന മറ്റൊരു കണ്ടന്റ് അതിനകത്തുണ്ട്. ആ കന്മദത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കന്മദം ഫുൾവിക് ആസിഡിന്റെ കലവറയാണ്. അതേപോലെ തന്നെ അയേണിന്റെ ഇരുമ്പ് സത്തിന്റെ നല്ല കലവറയാണ് ഈ പറയുന്ന കന്മദം. ഇത് നേരത്തെ നമുക്ക് കിട്ടിയിരുന്നത് നമ്മളെ വീട്ടിലെ അരക്കാൻ ഉപയോഗിച്ച അമ്മിയിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. കരിങ്കല്ലിൽ നിന്ന് കിട്ടുന്ന ഔഷധ മൂല്യമുള്ള ഒരു പാർട്ടാണ് ശരിക്കും കന്മദം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നീർമാതളം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. നെന്മേനി വാഗ, ഞാൻ നേരത്തെ പറഞ്ഞ വുമൺ കമ്പാനിയിൽ അടങ്ങിയിട്ടുള്ള നെന്മേനി വാഗയും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഉലുവ ഉണ്ട്. ഉലുവ നമുക്കറിയാം എന്തിനാണെന്ന് നമ്മൾ വെള്ളഹാർട്ട് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് ഉലുവയെ പറ്റി. ശരീരത്തിലെ കൊഴുപ്പിനെ അലിയിച്ച് കളയാൻ, ചീത്ത കൊളസ്ട്രോൾ പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അലിയിച്ച് കളയാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല ഒരു പ്രൊഡക്റ്റാണ് അല്ലെങ്കിൽ കണ്ടന്റ് ആണ് ഈ പറയുന്ന ഉലുവ എന്ന് പറയുന്നത്. കായം പൊതുവെ സ്ത്രീകളെ സംബന്ധിച്ചോളം എസ്പെഷ്യലി ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് കായം എന്ന് പറയുന്നത്. ഹിങ്കു എന്ന് പറയും. കായം ദഹനത്തെ നന്നായി സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിൽ നീർക്കെട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ അലിയിച്ച് കളയാനുള്ള കപ്പാസിറ്റി ഉണ്ട് കായത്തിന്. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ചുള്ള പറയുകയാണെങ്കിൽ ഇറഗുലർ പീരീഡ്സിനെ ഒഴിവാക്കാനും കൃത്യതയാർന്ന അണ്ടാശയത്തിന്റെയും ഗർഭാശയത്തിന്റെയും ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിലും ഒക്കെ നല്ല പങ്ക് വഹിക്കുന്നതോടൊപ്പം തന്നെ മസിൽ സ്ട്രെങ്ത്, ഗർഭാശയത്തിനൊക്കെ മസിൽ സ്ട്രെങ്തിനെ സഹായിക്കുന്നതാണ്. കായം സ്ഥിരമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന ആളുകളെ സംബന്ധിച്ചോളം, പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചോളം, മാസം തികയാതെ പ്രസവിക്കുന്ന ബുദ്ധിമുട്ടൊക്കെ ഇല്ലാതിരിക്കാൻ, ചില ആളുകളൊക്കെ മാസം തികയാതെ പ്രസവിക്കുന്നതിന്റെ കാരണം ഇന്നത്തെ കാലത്ത് കൂടുതലാണത്. അതിന്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് കായം എന്ന് പറയുന്ന കണ്ടന്റ് നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലാത്തത് കൊണ്ടാണെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ കാസീസ ഭസ്മം എന്ന് പറയുന്ന ഒരു കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. അതും അയൺ റിച്ച് ആണ്. കാസീസ ഭസ്മം ശതാവരി കിഴങ്ങ് ഏറ്റവും നല്ല ആന്റി ഓക്സിഡന്റ് ആണ്. അപ്പോ ഇങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഇതിനകത്തുള്ളത്. അതിനകത്ത് സെലിനിയം, കോപ്പർ, സിൽവർ, സിങ്ക്, ലെഡ് എന്നുള്ള കുറെ കണ്ടന്റുകൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ ശിലാജിത്ത് എന്ന് പറയുന്ന, ഞാൻ കന്മദം എന്ന് പറഞ്ഞ ഒരു കണ്ടന്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഫുൾവിക് ആസിഡിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമൊന്നുമല്ല, അതിനകത്ത് നമ്മൾ ചില പ്രൊഡക്റ്റിനെ പറ്റി പറയുന്ന സമയത്ത് ഒരുപാട്, നമ്മള് കറ്റാർ വാഴയെ പറ്റി പറയുന്ന സമയത്ത് പറയും 150 അധികം ന്യൂട്രീഷൻസ് അടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കറ്റാർ വാഴ എന്ന് പറയാറുള്ളത് പോലെ. ഇതിനകത്ത് കറ്റാർ വാഴ അല്ല പറഞ്ഞത്. കറ്റാർ വാഴ എന്ന് പറയുന്നത് പോലെ ഇതിനകത്ത് നമ്മളെ ശിലാജിത്തിൽ 80 മിനറൽസ്, ശരീരത്തിൽ എസെൻഷ്യൽ ആയിട്ടുള്ള 80 മിനറൽസ്, വൈറ്റമിൻസ്, മിനറൽസ് എന്ന് പറയുന്നുണ്ടല്ലോ. മിനറൽസ് എന്ന് പറഞ്ഞാൽ കാൽസ്യം, പൊട്ടാസ്യം, സോഡിയം എന്നൊക്കെ പറയുമ്പോഴത്തെ മിനറൽസ് 80 കൂടുതൽ കണ്ടന്റുകൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കായം എന്ന് പറയുന്നത് നമുക്ക് കുറെ കാര്യങ്ങൾ സഹായിക്കുന്നത്, കായം നല്ല ദഹനത്തെ സഹായിക്കുന്നു പറഞ്ഞു. കായത്തിന്റെ ഏറ്റവും മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ജനിതകമായിട്ടുള്ള വൈകല്യങ്ങൾ ഉണ്ടാകുന്നത് പല സമയത്തും DNA-യിലുള്ള പ്രശ്നങ്ങളാണ്. അപ്പൊ DNA റിപ്പയർ ചെയ്യാൻ, ശരീരത്തിന് DNA എന്ന് പറഞ്ഞാൽ കോശത്തിന്റെ ഉള്ളിലുള്ള ഒരു ഘടകമാണ് DNA. ആ DNA റിപ്പയർ ചെയ്യാൻ പോലും സഹായിക്കുന്ന ഒരു കണ്ടന്റ് ആണ് ഈ പറയുന്ന കായം എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായും കായം നമുക്ക് ഏറ്റവും ഗുണവത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കായം. അത് നമ്മുടെ സൈക്ലോവയിൽ അടങ്ങിയിട്ടുണ്ട്. സൈക്ലോവ എന്ന് പറയുന്നത് ക്യാപ്സൂൾ വരുന്നത് നമുക്ക് 30 ക്യാപ്സൂളാണ് ഒരു ബോട്ടിൽ വരുന്നത്. പല ആളുകളുടെയും ധാരണ 30 വരുന്നതുകൊണ്ട് ഡെയിലി 1 കഴിച്ചാൽ മതി എന്നാണ്. അല്ല, ഡെയിലി 2 തന്നെയാണ് കഴിക്കേണ്ടത്. രാവിലെയും രാത്രിയുമാണ് കഴിക്കേണ്ടത്. ഇതിന്റെ കോഴ്സ് എന്ന് പറയുന്നത് 3 മാസമല്ല, മിനിമം കോഴ്സ് 6 മാസമാണ് സൈക്ലോവ വേണ്ടത്. അപ്പോൾ ചില ആൾ 3 മാസം കൊടുത്താൽ 2 മാസം കൊടുത്ത് സാറേ അതിന് വലിയ മാറ്റമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കാറുണ്ട്. ചോദിക്കണ്ട, 6 മാസത്തെ റെഗുലർ കോഴ്സ് കഴിക്കുക. അതിനോടൊപ്പം തന്നെ വുമൺ കമ്പാനിയൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നമ്മൾ റെഗുലർ ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. ഇനി അതിനകത്ത് ഉള്ള കണ്ടന്റുകളെ പറ്റി ഒന്നും പറയുന്നില്ല, പക്ഷെ റെഗുലർ ആയിട്ട് ഇത് ഉപയോഗിക്കുക. ഇനി സ്ത്രീകളെ സംബന്ധിച്ചും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മറ്റൊരു പ്രശ്നം അവരുടെ എന്താ പറയാ ഇന്നർ ഓർഗൻസിന് തകരാറുണ്ടാക്കുന്ന ഇന്ന് ഉപയോഗിക്കുന്ന പല പ്രൊഡക്റ്റുകളും അവർക്ക് കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. ഇവരുടെ യോനി മുഖത്തിലുണ്ടാകുന്ന ചൊറച്ചല്, അതേപോലെ തന്നെ
ഇൻഫെക്ഷൻ, ഇതൊക്കെ ഇഷ്ടംപോലെ സ്ത്രീകൾ പറയുന്നതാണ്. യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറയുന്ന ഇഷ്ടം പോലെ സ്ത്രീകളുണ്ട്. അപ്പോ അതിന്റെ കാരണങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ പൊതുവായി ഇന്ന് ഹൈജീനിക് ആണ് എല്ലാവരും തന്നെ, നന്നായി വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ട്. പക്ഷെ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന കണ്ടന്റിന്റെ അല്ലെങ്കിൽ അതിന്റെ വൃത്തിയാക്കാൻ എന്താണ് ഉപയോഗിക്കുന്നതിനെ ആശ്രയിച്ചിട്ടാണ് ആ പ്രശ്നങ്ങളെ നമ്മൾ കാണേണ്ടത്. കൂടുതലും ആളുകൾ ഉപയോഗിക്കുന്ന സോപ്പുകളായിരിക്കാം, അല്ലെങ്കിൽ ആൽക്കലൈനായിട്ടുള്ള എന്തെങ്കിലും പ്രൈവറ്റ് പാർട്ട് ക്ലീൻ ചെയ്യുന്ന പ്രൊഡക്റ്റുകളായിരിക്കാം. ഒരു കാരണവശാലും പ്രൈവറ്റ് പാർട്ട് ക്ലീൻ ചെയ്യുന്നതിന് ഈ പറയുന്ന ആൽക്കലൈൻ pH വാല്യൂ ഉള്ള ഉൽപ്പന്നങ്ങളൊന്നും ഉപയോഗിക്കരുത്. സോപ്പൊന്നും ഉപയോഗിക്കരുത്. സോപ്പിന്റെ ആൽക്കലൈൻ വാല്യൂ 8 മുതൽ 10 വരെ ആൽക്കലൈൻ pH വാല്യൂ ഉള്ള കണ്ടന്റ് ആണ് അതിനകത്തുള്ളത്, സോപ്പിലുള്ളത്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചോളം 3.5 മുതൽ 4.5 വരെ അസിഡിക് pH വാല്യൂ ഉള്ള ഉൽപ്പന്നങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ പ്രൈവസി പാർട്ടിൽ അസിഡിക് pH വാല്യൂ നിലനിർത്തിയില്ലെങ്കിൽ അവിടെ രോഗാണുക്കൾ കുമിഞ്ഞുകൂടുകയും ആ രോഗാണുക്കൾ അല്ലെങ്കിൽ ശരീരത്തിനെ ആക്രമിക്കുന്ന തരത്തിലുള്ള അണുക്കൾ അവിടെ പ്രവർത്തിക്കുകയും അതിന്റെ ഭാഗമായി ഫംഗൽ ഇൻഫെക്ഷനും ഒക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോ നമ്മൾ ഒരു പ്രൊഡക്റ്റ് പ്രൈവി വാഷ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ഏറ്റവും നല്ല സൂപ്പർ സൾഫക്റ്റന്റ് എന്ന് പറയും. സൾഫക്റ്റന്റ് എന്ന് പറഞ്ഞാൽ നന്നായി ക്ലീൻ ചെയ്യാൻ സഹായിക്കുന്ന പാർട്ടിയാണ് സൾഫക്റ്റന്റ് എന്ന് പറയുന്നത്. അതിൽ അടങ്ങിയിട്ടുള്ളത് സുഗാനാറ്റ 160 NC എന്ന് പറയുന്ന ഒരു ഘടകം അതിനകത്തുണ്ട്. അത് ഏറ്റവും നല്ല സൾഫക്റ്റന്റ് ആണ്. അതേപോലെ തന്നെ അതിനകത്ത് കോള ലിപ്പിഡ് സി എന്ന് പറയുന്ന നമ്മുടെ തേങ്ങയിൽ നിന്നൊക്കെ എടുക്കുന്ന ഒരു പാർട്ടാണ് കോള ലിപ്പിഡ് സി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് കോക്കനട്ടിൽ നിന്നാണ്. അതുപോലെ ലാക്റ്റിക് ആസിഡ് നമുക്കറിയാം. ലാക്റ്റിക് ആസിഡ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് തൈരിൽ നിന്നൊക്കെയാണ്. അതായത് പശുവിൻ പാലിൽ നിന്നാണ് ഈ പറയുന്ന ലാക്റ്റിക് ആസിഡ് കിട്ടുന്നത്. ഇതൊക്കെ ചേർന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ പ്രൈവി വാഷ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്. ഇത് സ്ത്രീകളെ സംബന്ധിച്ചോളം പ്രൈവസി പാർട്ട് ക്ലീൻ ചെയ്യാൻ ഇന്ന് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത് ഏത് സമയത്ത് ഉപയോഗിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോയ്ലറ്റിൽ പോയി വരുന്ന എല്ലാ സമയത്തും അതുകൊണ്ട് ക്ലീൻ ചെയ്ത് മാത്രം ഉപയോഗിക്കുക. അതേപോലെ തന്നെ സെക്ഷലി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് ക്ലീൻ ചെയ്യുക. ബന്ധപ്പെടുന്നതിന് മുമ്പും ബന്ധപ്പെട്ടതിന് ശേഷവും അതുകൊണ്ട് ക്ലീൻ ചെയ്യുക. അങ്ങനെ ഏത് സമയവും ഹൈജനിക് ആയിട്ട് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചോളം ഉണ്ടാകുന്ന ഒരുവിധ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാണ് ഈ പ്രൈവി വാഷ് എന്ന് പറയുന്നത്. അകത്തേക്ക് കഴിക്കാനുള്ള സാധനം പുറമെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പ്രൈവി വാഷ് എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന്, ഇന്ന് സ്ത്രീകൾ ഉപയോഗിക്കുന്ന പാഡുകൾ ഇവരെ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് എങ്ങനെ നയിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ എല്ലാ പാഡുകളും എന്തുകൊണ്ടാണ് നിർമ്മിക്കുന്നത് എന്നുള്ളതിനെ പറ്റി ആദ്യം ഒന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. മനസ്സിലാവും എന്ന് പറയുന്നത് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് നന്നായി ബോധ്യപ്പെടും. ഒന്ന് വെറുതെ ഒന്ന് വാച്ച് ചെയ്യുക. മാർക്കറ്റിൽ കിട്ടുന്ന ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ബ്രാൻഡ് നെയിമിലുള്ള ഒരുപാട് സാനിറ്ററി പാഡുകൾ ഉണ്ട്. അതിന്റെ റേറ്റിലേക്ക് ആദ്യം ഒന്ന് പോവുക. അതിന്റെ വില ഒന്ന് ആദ്യം അന്വേഷിക്കുക. 35 രൂപ 40 രൂപയൊക്കെയാണ് 6-7 പാഡ് ഉള്ളതിന് കിട്ടുന്നത്. അപ്പൊ ഒരു പാഡിന്റെ വില എടുത്തു നോക്കുക. 7 × 5 35. അപ്പൊ ഒരു പാഡിന്റെ വില 5 രൂപ. നമ്മളൊക്കെ പഠിച്ചൊരു പാടുണ്ട്, ഏതൊരു ഉൽപ്പന്നത്തിന്റെയും ഉൽപാദന ചെലവും ലാഭവും എന്ന് പറയുന്നത് അതിന്റെ 30% ആണ്. അപ്പോ 5 രൂപയുടെ 30% എന്ന് പറഞ്ഞാൽ 1 രൂപ 50 പൈസ. 1 രൂപ 50 പൈസക്ക് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ആ വെളുത്ത പാഡിനൊന്ന് നോക്കുക. ഇത് 1 രൂപ 50 പൈസക്ക് കൊടുക്കാൻ പറ്റുമോ? വെറുതെ നമ്മൾ നോക്കിയാൽ മതി ഒരു A4 ഷീറ്റിന്റെ റേറ്റ്. അപ്പൊ അത് വെച്ച് കണക്കൂട്ടിയേക്കാളും ഇത് എങ്ങനെ കൊടുക്കാൻ പറ്റുന്നു എന്ന് നോക്കുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാകുക ഇത് എവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നു നോക്കിയാൽ മതി. എന്തുകൊണ്ടാണ് ഇതിന്റെ അസംസ്കൃത വസ്തു എന്താണെന്ന് നോക്കുക. നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന പഴയ കാർഡ്ബോർഡുകൾ, പഴയ പേപ്പറുകൾ, പഴയ ബുക്കുകൾ, ഇതൊക്കെ സംസ്കരിച്ച് അതിന്റെ പൾപ്പിൽ നിന്നാണ് ഇതിനാവശ്യമായിട്ടുള്ള ബേസ് കണ്ടന്റുകൾ ഉണ്ടാക്കുന്നതിന്റെ പുറം തൊലി എന്നൊക്കെ പറഞ്ഞാൽ അതിനെ കാണാൻ പറ്റുന്ന ആ പാട്ടൊക്കെ ഉണ്ടാകുന്നത്. അതിൽ പല സമയത്തും പ്ലാസ്റ്റിക്കും ആഡ് ചെയ്യും. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർത്ത് ക്ലീൻ ചെയ്ത് ആ പ്രോസസ്സിന്റെ ഭാഗമായി വരുന്ന പൾപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു വസ്തുവിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി നല്ല വെളുപ്പ് കളർ കിട്ടാൻ വേണ്ടി, വെള്ള കളർ കിട്ടാൻ വേണ്ടി എല്ലാ ഫാക്ടറികളും ഉപയോഗിക്കുന്ന, പല സമയത്തും ഭക്ഷ്യവസ്തുവിൽ പോലും ഉപയോഗിക്കുന്ന പല കെമിക്കലുകളുടെയും ഭാഗമായി അലോക്സിൻ എന്ന് പറയുന്ന വിഷാംശം ഇതിലൊക്കെ അടിഞ്ഞിട്ടുണ്ടാവും. അലോക്സിൻ എന്താണെന്ന് അറിയണമെങ്കിൽ, അലോക്സിൻ നമ്മൾ നല്ല മൈദപ്പൊടി കണ്ടിട്ടില്ലേ, മൈദ. ആ മൈദയുടെ നിർമ്മാണത്തില്
ഉപയോഗിക്കുന്ന മൈദയെ നല്ല വെളുപ്പിക്കാനും നല്ല മിനുസമുള്ളതാക്കാനും, നമുക്ക് പൊറോട്ട ഒക്കെ കഴിക്കുന്ന സമയത്ത് പറയും നല്ല സ്മൂത്ത് പൊറോട്ട, നല്ല പൊറോട്ട എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്. അത്രയും സ്മൂത്ത് ആക്കാനും അതിനെ നല്ല വൈറ്റ് കളർ കൊടുക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഘടകമാണ് അലോക്സിൻ. അലോക്സിൻ എന്താണ് ശരീരത്തിൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അലോക്സിൻ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത് നമ്മുടെ നേരെ കിഡ്നിയെ ബാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. നമ്മള് അതോടൊപ്പം തന്നെ പാൻക്രിയാസിനെ ഡാമേജ് ആക്കുന്നതിൽ അലോക്സിന് വലിയ പങ്കുണ്ട്. ശാസ്ത്രജ്ഞന്മാരൊക്കെ എലികളിൽ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. അലോക്സിൻ അങ്ങോട്ട് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കും. സ്വാഭാവികമായിട്ടും ആ എലിക്ക്, സാധാരണ എലികൾക്ക് ഷുഗർ ഉണ്ടാകാറില്ല, മനുഷ്യനെ ഷുഗർ ഉണ്ടാകാറുള്ളൂ, അല്ലെങ്കിൽ ഡയബറ്റിക് ഉണ്ടാകാറുള്ളൂ. എലികളിൽ ഡയബറ്റിക് ഉണ്ടാക്കാൻ വേണ്ടി പരീക്ഷിച്ച് ഡയബറ്റിക് ഉണ്ടാക്കി അതിനുശേഷമാണ് ആ ഡയബറ്റിക്കിനെ എങ്ങനെ മറികടക്കാന്നുള്ള പരീക്ഷണം നടന്നുകൊടുക്കുന്നത്. അപ്പോ എലികളിൽ പരീക്ഷണത്തിന് ഡയബറ്റിക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അലോക്സിൻ, അല്ലെങ്കിൽ അത് ഞാൻ ശാസ്ത്രീയമായി ശാസ്ത്രന്മാർ ഉപയോഗിക്കുന്ന ഒരു കാര്യം പറഞ്ഞാണ്. പക്ഷെ പല സമയത്തും നമ്മൾ ഓരോ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന അലോക്സിൻ, ഇതാണ് പല സമയത്തും ഈ സാനിറ്ററി പാഡുകളിലുള്ളത്. അല്ലെങ്കിൽ ഇതിന്റെ പാർട്ടായിട്ട് അലോക്സിൻ എന്ന് പറയുന്ന കണ്ടന്റ്, വിഷാംശം ഈ പാഡുകളിലൊക്കെ ഉണ്ട്. സ്ത്രീകളുടെ പ്രൈവസി പാർട്ടിന്റെ ഒരു പ്രത്യേകത, യോനിമുഖത്തിന്റെ ഒരു പ്രത്യേകത, ഒരു ബീജത്തിന്റെ അംശം അല്ലെങ്കിൽ ശുക്ലത്തിന്റെ ഒരു അംശം യോനിമുഖത്ത് എവിടെയെങ്കിലും എത്തിയാൽ പോലും അത് ഗർഭധാരണത്തിന് കാരണമാകും എന്ന് ഡോക്ടേഴ്സ് ഒക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് ആഗിരണ ശേഷി വലിയ കൂടുതലാണ്. ബീജത്തിനെ ആഗിരണം ചെയ്ത് നേരെ ഗർഭാശയത്തിൽ എത്തിക്കേണ്ട ഒരു ഡ്യൂട്ടി നമ്മുടെ യോനിമുഖത്തുണ്ട്. അതിന്റെ ഘടനയും അങ്ങനെയാണ്. സ്വാഭാവികമായും അവിടെ ബീജം മാത്രമല്ല, വിഷാംശം എത്തിക്കഴിഞ്ഞാലും നേരെ അകത്തേക്ക് എത്രയും പെട്ടെന്ന് കയറി പോകും. അപ്പോൾ ഈ പറയുന്ന സാനിറ്ററി പാഡ് ഉപയോഗിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചോളം അതിലടങ്ങിയിട്ടുള്ള അലോക്സിൻ എന്ന് പറയുന്ന കെമിക്കൽ ശരീരത്തിനകത്തേക്ക് ഇഷ്ടംപോലെ ആഗിരണം ചെയ്യപ്പെടുന്നുണ്ട്. ഇത് ഭാവിയിൽ സെർവിക്കൽ ക്യാൻസറിന് വരെ കാരണമാകുന്നു എന്നുള്ളത് പഠനങ്ങൾ കണ്ടെത്തിയതുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായി ഈ പറയുന്ന ക്യാൻസറിന് കാരണം, സെർവിക്കൽ ക്യാൻസർ ഉൾപ്പെടെ വലിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ കാരണമാകുന്ന പാഡുകൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. അത് കൂടാതെ പാഡുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് സ്ത്രീകളോട് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം. നമ്മൾ യാത്ര ചെയ്യുന്ന ആളുകളാണ്. പണ്ടത്തെ പോലെ വീട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ആളുകളല്ല, സ്ത്രീകൾ ഉൾപ്പെടെ. അപ്പോ സ്ത്രീകളെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് പീരീഡ്സ് ആയി കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അതിനുവേണ്ടി അവർക്ക് കൃത്യമായിട്ട് അറിയാം, ടൈമൊക്കെ അറിയാം, എങ്കിലും ചില സമയത്തൊക്കെ അല്ലാതെയും വരും. അങ്ങനെ വരുന്ന സമയത്ത് പാഡുകൾ, അവർ ഏതെങ്കിലും ടോയ്ലറ്റൊക്കെ പോയി സംഗതി ചെയ്തോളൂ. പാഡുകൾ ഉപയോഗിക്കുന്ന സമയത്ത് അവർക്കൊരു ആശ്വാസമാണ്, ഇനി സമാധാനമായി പോകാം. പക്ഷേ പല സമയത്തും പല സ്ത്രീകളും അനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓവർഫ്ലോ ഒക്കെ വന്നു കഴിഞ്ഞ് അതിന്റെ ഭാഗമായി ഒരുപാട് ടെൻഷൻ അനുഭവിക്കാറുണ്ട്. ഇരുന്ന സ്ഥലത്ത് എഴുന്നേറ്റ് പോകുന്ന സമയത്ത് ഒന്നുകൂടെ പിറകിലൊക്കെ തിരിഞ്ഞു നോക്കിയിട്ടാണ് പോകാറുള്ളത്. അതായത് ഓവർഫ്ലോയുടെ ഭാഗമായിട്ട് ഡ്രസ്സിലൊക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഏറ്റവും പ്രധാനം അവിടെ പാഡുകൾ നല്ല ആഗിരണ ശേഷി ഉള്ളതായിരിക്കണം, ഒരുപാട് സ്റ്റോർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം സാധാരണ പാഡിനേക്കാൾ 6 ഇരട്ടിയോളം സംഭരണ ശേഷി നമ്മുടെ പാഡിനുണ്ട്. എന്താണ് നമ്മുടെ പാഡിന്റെ പ്രത്യേകത എന്ന് ഞാൻ പിന്നീട് പറയാം. അപ്പൊ നല്ല സംഭരണ ശേഷിയുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഈർപ്പം നിലനിർത്തിക്കൊണ്ട്, ഇത് ബ്ലീഡിങ് ആയി കഴിഞ്ഞാൽ ഈർപ്പം ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ഈർപ്പവും അവിടെ ബാക്ടീരിയകളൊക്കെ വർക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായി ദുർഗന്ധമൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ വരാതിരിക്കണമെങ്കിൽ അത് ഈർപ്പം ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറണം. സാധാരണ പാഡുകൾ ഈർപ്പം അതേപോലെ നിലനിർത്തുന്ന സമയത്ത് നമ്മുടെ പാഡുകൾ ഡ്രൈ ആയി ഉണങ്ങി അതവിടെ സൂക്ഷിക്കും. അതിലെത്ര ബ്ലഡ് അങ്ങോട്ട് കയറി ചെന്നാലും പുറമെ ഒന്നും കാണാനുണ്ടാവില്ല. അത്രയും കംപ്ലീറ്റ് ആയതിനെ ആഗിരണം ചെയ്യും, അബ്സോർബ് ചെയ്യും എന്നുള്ളൊരു ഗുണമുണ്ട്. ഇനി അതിനകത്ത് വേറൊരു ഗുണം എന്ന് പറയുന്നത്, നമ്മുടെ ഇതിനകത്ത് അനിയോൺ സ്ട്രിപ്പ് എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് അയൺ അല്ല, സോറി, നെഗറ്റീവ് അയൺ എൻറിച്ച് ആയിട്ടുള്ള ഒരു കണ്ടന്റ് അടങ്ങിയ ഒരു സ്ട്രിപ്പ് ഉണ്ട്. ആ സ്ട്രിപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അനിയോൺ സ്ട്രിപ്പ് നല്ല നെഗറ്റീവ് അയൺസ് ഇഷ്ടം പോലെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നെഗറ്റീവ് അയൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് എനർജി തരുന്ന, പ്രകൃതിയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ഘടകമാണ്. നമുക്ക് കാണാൻ പറ്റില്ല. അത് എന്ത് ഉണ്ടെന്ന് ചോദിച്ചാൽ, നമുക്ക് നന്നായി മഴ കൊണ്ട് കഴിഞ്ഞാൽ, മഴയത്ത് കുറച്ചു നേരം കുളിച്ചു കഴിഞ്ഞാൽ നല്ല പോസിറ്റീവ് എനർജി കിട്ടും. ഏതെങ്കിലും വാട്ടർ തീം പാർക്കിൽ പോയി വെള്ളത്തിൽ കുളിക്കുന്ന സമയത്ത് നല്ല പോസിറ്റീവ് എനർജി കിട്ടും. ഏതെങ്കിലും വനപ്രദേശത്ത് പോയിരുന്നു കഴിഞ്ഞാൽ നമുക്ക്
ടീം സക്സസിലുള്ള കുറെ ആളുകൾക്കൊക്കെ അറിയാം വനപർവ്വം. അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയിരുന്നു കഴിഞ്ഞാൽ നല്ല പോസിറ്റീവ് എനർജി കിട്ടും. കാരണം അവിടെ നല്ല ഓക്സിജൻ ഇഷ്ടം പോലെ കിട്ടും, നല്ല അന്തരീക്ഷമായിരിക്കും, പ്രകൃതിയിലുള്ള മാലിന്യങ്ങളൊക്കെ കുറഞ്ഞ ഒരു ഏരിയ ആയിരിക്കും അവിടെ. അപ്പൊ സ്വാഭാവികമായും അങ്ങനെയുള്ള സ്ഥലത്ത് നല്ല പോസിറ്റീവ് എനർജി കിട്ടുന്നതിന്റെ കാരണം അവിടെ നെഗറ്റീവ് അയൺസ് കുത്തി നിറച്ച ഏരിയ ആയതുകൊണ്ടാണ്. അപ്പൊ നെഗറ്റീവ് അയൺസ് നമ്മളെ ഈ പറയുന്ന അനിയോൺ സ്ട്രിപ്പിലുണ്ട്. അപ്പൊ അത് നമുക്ക് പോസിറ്റീവ് എനർജി നന്നായി ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കും. അപ്പോ അതിന്റെ ഒരു ഗുണം എന്ന് പറയുന്ന സമയത്ത് ഇവിടെ സ്വാഭാവികമായി ചില സ്ത്രീകൾ ഏത് സ്ത്രീകൾക്കും പീരീഡ്സ് ആയി കഴിഞ്ഞാൽ ഭയങ്കര മാനസിക പിരിമുറുക്കാണ്, സ്ട്രെസ്സാണ്, വെറുപ്പായിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്ത് തിരിച്ച് സ്ത്രീകൾ സംസാരിക്കുന്നത് നല്ല റഫായിട്ട് റാഷായിട്ടൊക്കെ സംസാരിക്കുന്നത് കാണാറുണ്ട്. ആ സമയത്ത് അങ്ങനെയുള്ള ഒരു മൂഡ് വരാതിരിക്കാൻ, നല്ല മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ ഈ പറയുന്ന നെഗറ്റീവ് അയൺസ് അടങ്ങിയിട്ടുള്ള അനിയോൺ സ്ട്രിപ്പ് സഹായിക്കും. അപ്പോ ഇത് കംഫർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഘടകമാണ് ഈ പറയുന്നത്. ഇനി മാത്രമല്ല, ഇതിനകത്ത് പേപ്പർ അല്ല, ഇതിനകത്ത് പേപ്പറിന്റെ പൾപ്പ് കൊണ്ടല്ല ഉണ്ടാക്കിയത്, നല്ല ഒറിജിനൽ കോട്ടൺ കൊണ്ടാണ് ഉണ്ടാക്കിയത്. നല്ല എന്താ പറയാ, പരുത്തി ആണ് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കണ്ടന്റ്. അപ്പോൾ ഇതിന്റെ 8 ലെയർ ഉള്ളത് കൊണ്ട് തന്നെ ഇതിനകത്ത് നന്നായി അബ്സോർബ് ചെയ്യാനും യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത, പീരീഡ്സ് ഇല്ലാത്ത സമയത്ത് എങ്ങനെയുണ്ടോ അതേ കണ്ടീഷനിൽ ഇവർക്ക് നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പോ സ്ത്രീകളെ സംബന്ധിച്ചോളം ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ കാണാം. അപ്പോ ഇത്രയും സാധനങ്ങളാണ് സ്ത്രീകളെ സംബന്ധിച്ചോളം ഉപയോഗിക്കാൻ പറ്റിയത്. ഒന്ന് ഈ പറയുന്ന പാഡ്, മറ്റൊന്ന് പ്രൈവി വാഷ്, വുമൺ കമ്പാനിയൻ, അതേപോലെ തന്നെ സൈക്ലോവ എന്നീ പറയുന്ന പ്രൊഡക്റ്റുകളാണ് സ്ത്രീകൾക്കുള്ള ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ആയിട്ട് ഉള്ള നമ്മുടെ കമ്പനി മാർക്കറ്റിൽ നല്ല പ്രൊഡക്റ്റുകൾ. ഇനി ഇതോടൊപ്പം തന്നെ സ്ത്രീകൾ ഉപയോഗിക്കേണ്ടതായി സാഹചര്യം വരുന്ന മറ്റൊരു പ്രൊഡക്റ്റാണ്, അത് സ്ത്രീകൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഉള്ളതാണ്, എങ്കിലും സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടി വരിക. സൈക്ലോവയൊക്കെ ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം അതിന്റെ ആവശ്യം വരില്ല, കാരണം അയൺ റിച്ച് ആയിട്ടുള്ള എല്ലാ കണ്ടന്റുകളും സൈക്ലോവയിൽ ഓൾറെഡി ഉണ്ട്. എന്നാൽ എന്താ പറയാ, ഇതൊന്നും ഉപയോഗിക്കാത്ത, ഇതൊക്കെ ഉപയോഗിക്കേണ്ട സാഹചര്യം ഒന്നും ഇല്ല, അങ്ങനത്തെ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചോളം ചില ആളുകൾ യൂറിനറി ഇൻഫെക്ഷനെ പറ്റിയൊക്കെ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കാം. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് പല സമയത്തും ചില ആളുകളൊക്കെ എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, സാറേ യൂറിനറി ഇൻഫെക്ഷൻ ആണ്, അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, എന്താണ് കൊടുക്കാൻ പറ്റിയ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ശരീരത്തിൽ അയൺ കണ്ടന്റിന്റെ അളവ് കുറവാണ്, രക്തക്കുറവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് നമ്മുടെ ഫീലിംഗ് അയൺ സിറപ്പോ ക്യാപ്സ്യൂളോ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഫീലിംഗ് അയൺ സിറപ്പിലും അയൺ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ്. അതിനകത്ത് എന്താ പറയാ, ഫെറസോൺ എന്ന് പറയുന്ന അയൺ കണ്ടന്റ് ഉണ്ട്. അതിന് മാത്രം എന്തുകൊണ്ടാണ് ആയുഷ് സർട്ടിഫിക്കേഷൻ കിട്ടാത്തത് എന്ന് ചിലപ്പോൾ ചെറിയ ആൾ ചോദിക്കും. സാറേ അതിന് ആയുഷ് സർട്ടിഫിക്കേഷൻ കുറെ ആയല്ലോ എന്ന് ചോദിക്കുന്നുണ്ടാവും. അതിനകത്ത് ഫെറസോൺ എന്ന് പറയുന്നത് ഒരുതരം ഇരുമ്പിന്റെ ഒരു അംശമാണ്, അയൺ ആണ്, നാച്ചുറൽ അയൺ അല്ല. നാച്ചുറൽ ആയിട്ട് നമുക്ക് നാച്ചുറൽ അയൺ ആണ്, പക്ഷെ നാച്ചുറൽ ആയിട്ട് നമുക്ക് ഏതെങ്കിലും ചെടികളിൽ നിന്നോ മരങ്ങളിൽ നിന്നോ കിട്ടുന്ന അല്ല. നേരിട്ട് അയൺ എന്ന് പറയുന്ന ഒരു മെറ്റൽ അല്ലെങ്കിൽ എന്താ പറയാ ഒരു ലോഹത്തിന്റെ അംശം നേരിട്ട് ചേർന്നതായതുകൊണ്ടാണ് അതിന് ആയുഷ് സർട്ടിഫിക്കേഷൻ കിട്ടാത്തത്. മിനറൽ പാർട്ട് ആയതുകൊണ്ടാണ് അതിന് ആയുഷ് സർട്ടിഫിക്കേഷൻ കിട്ടാത്തത്. അതേ സമയത്ത് അതിനകത്ത് ബീറ്റ്റൂട്ട് അടങ്ങിയിട്ടുണ്ട്. അത് ബീറ്റ്റൂട്ട് പൊതുവെ നമുക്കറിയാം നല്ല അയൺ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ് ബീറ്റ്റൂട്ട്. അതിന്റെ കളറും അറിയാം, നല്ല ചുവപ്പ് കളർ. പൊതുവെ നമ്മളൊക്കെ പണ്ട് മുതലേ പറയുന്നതാണ്, ബീറ്റ്റൂട്ട് കഴിക്കുന്ന നന്നായി കഴിച്ചോ അയൺ റിച്ച് ആണ്, രക്തം വെക്കും എന്നൊക്കെ പറയും. ബീറ്റ്റൂട്ടിന്റെ കളർ കൊണ്ടായിരിക്കാം ചിലപ്പോ രക്തം വെക്കും എന്ന് പറയുന്നത്. കളറല്ല, അതിനകത്ത് അയൺ എൻറിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ് ബീറ്റ്റൂട്ട്. അതേപോലെ തന്നെ അതിന്റെ മുകളിൽ നമുക്ക് പല സമയത്ത് ഒരു ചിത്രത്തിൽ കാണാവുന്നതാണ് സ്ട്രോബെറി. അതിൽ അടങ്ങിയിട്ടില്ല, സ്ട്രോബെറി ഫ്ലേവർ ഉണ്ട് എന്ന് മാത്രം. അതിന്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി സ്ട്രോബെറി ഫ്ലേവർ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോ ഒരിക്കലും സ്ട്രോബെറി അതിനകത്തുള്ള കണ്ടന്റ് അല്ല. അപ്പോ അത് കഴിക്കേണ്ട ഒരു ഘടന എന്ന് പറയുന്നത് അയൺ റിച്ച് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഫീലിംഗ് അയൺ സിറപ്പ് അല്ലെങ്കിൽ ക്യാപ്സൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഫീലിംഗ് അയൺ ക്യാപ്സൂളിനകത്ത് കാൽസ്യവും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ നാറ്റ്ഷ്യം എന്ന് പറയുന്ന പ്രൊഡക്റ്റ് വേറെ എന്ന് പറയാം, പിന്നീട് പറയാം. നാറ്റ്ഷ്യവും ഫീലിംഗ് അയൺ ക്യാപ്സൂളും ഒരേ സമയത്ത് കഴിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. ഒന്ന് ഓർമ്മിച്ച് വെക്കാൻ വേണ്ടി പറഞ്ഞുള്ളൂ. രണ്ടും ഒന്നിച്ച് കഴിക്കാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ശരീരത്തിൽ കാൽസ്യത്തിന്റെ അളവ് കൂടിക്കഴിഞ്ഞാലും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു പരിധിയിൽ കൂടുതൽ കാൽസ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നി സ്റ്റോൺ പോലുള്ള സ്റ്റോണൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ ഉള്ള കാരണമായി മാറും. അപ്പോ ഇത്രയുമാണ് സ്ത്രീകളെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾക്ക് നമുക്ക് റെഫർ ചെയ്യാനുള്ള പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത്. അതിന്റെ കൂടെ ഒറ്റ കാര്യം കൂടെ
ഫീലിംഗ് അയൺ സിറപ്പോ ക്യാപ്സൂളോ ഏതായാലും ഭക്ഷണം കഴിക്കാതെ ഒരു കാരണവശാലും കഴിക്കാൻ പാടില്ല. ഓവർ ഡോസേജ് കഴിക്കാൻ പാടില്ല. ഓക്കെ, ഇനി നമ്മളെ സംബന്ധിച്ചോളം അതിനകത്തുള്ള കണ്ടന്റുകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കോമൺ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. എല്ലാവർക്കും അറിയുന്ന സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം. ദേവഞ്ചിനി, കറ്റമരി, ചിക്കാരി, കയ്യോന്നി, കണിക്കൊന്ന എന്നൊക്കെ പറയുന്ന സാധനമാണ് നമ്മുടെ ലിവഗെയിൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉള്ളത്. ലിവഗെയിൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് എന്തിന് കഴിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ഒരു 4 ദിവസത്തെ സെഷൻ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. സ്ഥിരമായി ഉപയോഗിക്കേണ്ട ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇതിന്റെ ഒന്നും ആവശ്യം വരാറേ ഇല്ല, വേണ്ട എന്ന് വേണേൽ പറയാം. അല്ലാത്ത ആളുകൾക്കാണ് ഇതിന്റെ ഒക്കെ ആവശ്യം. ലിവഗെയിൻ എന്ന് പറയുന്നതും തുടക്കത്തിലേ പറയാം, അതിന്റെ കോഴ്സ് എന്ന് പറയുന്നത് 3 മാസത്തെ കോഴ്സാണ്, മിനിമം കോഴ്സ്. അത് കഴിഞ്ഞാൽ വർഷത്തിൽ ഒരു മാസത്തെ കോഴ്സായിട്ട് ഇതൊക്കെ ഉപയോഗിക്കേണ്ടതാണ്. ഏറ്റവും മിനിമം വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ ലിവറിനൊന്ന് ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ പീരിയോഡിക് ക്ലീനിങ് എന്ന് വേണമെങ്കിൽ പറയാം. പീരിയോഡിക് സർവീസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ലിവർ ഫംഗ്ഷനെ പെർഫെക്റ്റ് ആക്കാൻ സഹായിക്കുന്ന, ലിവറിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ആണ് ലിവ് അഗെയിൻ എന്ന് പറയുന്നത്. കരളിന്റെ ആരോഗ്യത്തെ നിലനിർത്തുക, കരളിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളെ പുറന്തള്ളാൻ സഹായിക്കുക, അതേപോലെ തന്നെ കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിനെ ഇല്ലാതാക്കാൻ സഹായിക്കുക, അങ്ങനെയൊക്കെ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ലിവഗെയിൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. അത് ഉപയോഗിച്ചാലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലിവഗെയിൻ ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം വെൽഹാർട്ട് ഉപയോഗിക്കേണ്ട ആവശ്യം വരില്ല ലിവഗെയിൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ. കാരണം മറ്റൊന്നുമല്ല, ലിവർ പെർഫെക്റ്റ് ആയാൽ, കരൾ പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ ട്രൈഗ്ലിസറൈഡുള്ള പോലുള്ള പാർട്ടുകൾ ഈ പറയുന്ന ഹൃദയത്തിന്റെ പേശികളിൽ നിന്നും ഹൃദയത്തിന്റെ രക്തക്കുഴലിൽ നിന്നും അടിഞ്ഞുകൂടാനുള്ള ചാൻസ് ഇല്ല. ട്രൈഗ്ലിസറൈഡൊക്കെ നിർമ്മിക്കുന്നത്, അതുപോലെ തന്നെ കൊളസ്ട്രോളിനെ നിർമ്മിക്കുന്നതൊക്കെ നമ്മുടെ ലിവറാണ്. ലിവറിന്റെ ഫംഗ്ഷൻ എന്തെങ്കിലും തകരാറ് വരുന്ന സമയത്താണ് ഇതിലൊക്കെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുക. അപ്പൊ ലിവഗെയിൻ 2 ടീസ്പൂൺ രാവിലെയും രാത്രിയും ആണ് കഴിക്കാൻ നല്ല ഒരു പ്രൊഡക്റ്റ് ആണ് ലിവഗെയിൻ. അതേപോലെ തന്നെ ക്യാപ്സൂൾ ആണെങ്കിൽ രാവിലെയും രാത്രിയും ഒന്ന് വെച്ച് കഴിക്കുന്നത് നല്ലതാണ്. വെൽഹാർട്ട്, അതിനകത്ത് ഉലുവ, ശതാവരിക്കിഴങ്ങ്, ഉണക്കമുന്തിരി, ചിറ്റമൃത്, തഴുതാമയൊക്കെയാണ് ഉള്ളതെന്ന് നമുക്കറിയാം. ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ കണ്ടന്റ് ഒക്കെ ഇതിനകത്തുണ്ട്. നമ്മളെ കവചപ്രാശിലുണ്ട്. അപ്പൊ കവചപ്രാശിൽ സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്ക് ഇത് കഴിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. അപ്പൊ വെൽഹാർട്ട് നമ്മളെ സംബന്ധിച്ചോളം ഹൃദയമുള്ള ആളുകൾക്കൊക്കെ കഴിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ആണെന്നാ പറയുക. ഹൃദയമില്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഹൃദയമുള്ള ആളുകളൊക്കെ കഴിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് എന്ന് പറയാൻ കാരണം അതിനകത്ത് ഒരുപാട് പറഞ്ഞ കണ്ടന്റുകളെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ, ഉലുവ ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഉലുവ എന്ന് പറയുന്നത്. അത് എന്താ പറയാ, ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാതാക്കുന്നത് മാത്രമല്ല, നല്ല ആന്റി ഓക്സിഡന്റ് കൂടെയാണ് ഉലുവ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ശതാവരിക്കിഴങ്ങിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ശതാവരിക്കിഴങ്ങിന് കൂടുതൽ ഡീറ്റെയിൽ പോകേണ്ട ആവശ്യമില്ല. ഏറ്റവും നല്ല ആന്റി ഓക്സിഡന്റ് ആണ്. നമുക്ക് 95 കഴിച്ചാൽ കിട്ടുന്ന ഗുണങ്ങളിൽ കുറെ ഗുണങ്ങൾ ഈ പറഞ്ഞ ശതാവരിക്കിഴങ്ങിലുണ്ട്. അത് രക്തത്തെ നേർപ്പിക്കാൻ സഹായിക്കുന്നത് കൂടെയാണ്. നമ്മള് പല സമയത്തേക്കും ഈ ബ്ലോക്ക് വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, സ്ട്രോക്ക് വന്ന ആളുകൾക്കൊക്കെ ഡോക്ടേഴ്സ് കുറെ മെഡിസിൻസ് ഒക്കെ കൊടുക്കാറുണ്ട്. അതിൽ ഒരു ഘടകം എന്ന് പറയുന്നത്, ഒരു മെഡിസിന്റെ ഉപയോഗം എന്ന് പറയുന്നത് അവർക്ക് രക്തത്തെ നേർപ്പിക്കാൻ വേണ്ടിയാണ് കൊടുക്കുന്നത്. അപ്പോ രക്തത്തെ നേർപ്പിക്കാൻ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും നല്ല ഒരു കണ്ടന്റ് ആണ് ശതാവരിക്കിഴങ്ങ് എന്നുള്ളത്. പിന്നെ ഉണക്കമുന്തിരി എന്ന് പറയുന്നത് നമുക്ക് ഹൃദയ പേശികളുടെ ഒക്കെ പേശി ബലം വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലതാണ്. അതുപോലെ ഉണക്കമുന്തിരി ബ്ലഡിനെ ക്ലീൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് ഉണക്കമുന്തിരി. തഴുതാമ എല്ലാവർക്കും അറിയാം. നമുക്ക് എന്താ പറയാ, ഒരു ഫ്ലെക്സിബിലിറ്റി ശരീരത്തിന് കിട്ടാൻ സഹായിക്കുന്നതാണ്. സ്മൂത്ത്നെസ് ശരീരത്തിന് കിട്ടാൻ സഹായിക്കും. സ്കിന്നിനെ പെർഫെക്റ്റ് ആക്കാൻ സഹായിക്കുന്ന ഘടകത്തോടൊപ്പം തന്നെ ശരീരത്തിലെ ടോക്സിൻസിനെ റിമൂവ് ആക്കി നന്നായി പരിപാലിക്കാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് തഴുതാമ സ്ഥിരമായി ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം മുട്ടുവേദന, ഊരവേദന എന്ന് പറഞ്ഞ പ്രശ്നങ്ങൾക്ക് ഒരു സാഹചര്യം ഇല്ല. അതൊക്കെ ക്ലീൻ ചെയ്യാൻ, അതായത് ജോയിന്റുകളൊക്കെ ക്ലീൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ജോയിന്റിലൊക്കെ നമുക്ക് എന്താ പറയാ, ഫ്ലൂയിഡിനെ റീഫിൽ ചെയ്യാൻ, അതുകൊണ്ടാണ് ഞാൻ ഫ്ലെക്സിബിലിറ്റി കിട്ടും എന്ന് പറയുന്നത്. നമ്മളെ പല ജോയിന്റുകളുണ്ട്. ആ ജോയിന്റിലൊക്കെ നമുക്ക് ഒരു ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഒരു കൊഴുത്ത ഒരു പദാർത്ഥമുണ്ട്, നമുക്കറിയാം. ആ കൊഴുത്ത പദാർത്ഥത്തിനെ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് തഴുതാമ. അതുപോലെ തന്നെ നീർമരുത്, അതിനകത്ത് അടങ്ങിയുള്ള മറ്റൊരു കണ്ടാണ് നീർമരുത്. നമ്മൾ എല്ലാ പ്രൊഡക്റ്റിലും കാണാത്ത ഒരു സാധനമാണ് നീർമരുതിന്റെ ഒരു പ്രത്യേകത രക്തക്കുഴലുകളുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്നതാണ്. നീർമരുതിന്റെ ഒരു പ്രത്യേകത മൈക്രോ സർക്കുലേഷൻ കൂട്ടാൻ സഹായിക്കും. രക്തക്കുഴലിന് ഞാൻ ചിലപ്പോൾ ഇതെല്ലാം ട്രെയിനിങ് പറഞ്ഞിട്ടുണ്ട്. രക്തക്കുഴലിൽ ഒരുപാട് പാളികളുണ്ട്. ഏറ്റവും ഇന്നർ പാളിയാണ് അതിനെ എന്താക്കുന്നത്, ഒരു വൈബ്രേറ്റ് ചെയ്ത് രക്തത്തെ ഒഴുകാൻ സഹായിക്കും. ചെറിയ ചെറിയ വൈബ്രേഷൻ അവിടെ ഉണ്ടാകുന്നുണ്ട്. ആ വൈബ്രേറ്റ് ചെയ്യുന്ന ഏറ്റവും ഇന്നർ പാളിക്ക് പൊട്ടലോ മുറിവൊക്കെ ഉണ്ടാകുന്ന സമയത്തും ബ്ലോക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അതിനെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് നീർമരുത് എന്ന് പറയുന്ന കണ്ടന്റ്. ഡെയിലി ഡിറ്റോക്സ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്.
ആ ഡെയിലി ഡോസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ശരീരത്തിൽ ഡെയിലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ എല്ലാ ദിവസവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരുപാട് ടോക്സിൻസ് ഉണ്ട്, ഒരുപാട് പോഷകങ്ങളുണ്ട്, ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട്. അപ്പോൾ വൈറ്റമിൻസും മിനറൽസും അതുപോലെ തന്നെ സ്റ്റാർച്ചും പ്രോട്ടീനും ഒക്കെ ശരീരം എടുക്കും. പക്ഷെ ശരീരത്തിന് വേണ്ടാത്ത കുറെ കണ്ടന്റുകളുണ്ട്. അതിനെ നന്നായി റിമൂവ് ചെയ്യാൻ നമ്മുടെ കിഡ്നി, ലിവർ, പാൻക്രിയാസ് പോലുള്ള എല്ലാ അവയവങ്ങളെയും സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഡെയിലി ഡിറ്റോക്സ്. ഇതും നമ്മൾ എല്ലാ ആളുകളും കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് മറ്റുള്ള പ്രൊഡക്റ്റുകളൊന്നും കഴിക്കാത്ത ആളുകൾക്ക് മാത്രമേ അതിന്റെ ആവശ്യമുള്ളൂ. അല്ലാത്ത ആളുകളെ സംബന്ധിച്ച് 95 കളിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ആവശ്യമേ ഇല്ല. ബ്ലഡ് പ്യൂരിഫൈ കഴിക്കുന്ന ആളുകൾക്ക് അത്രത്തോളം ഇല്ലെങ്കിലും ചെറിയ അളവിൽ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പൊ ശരീരത്തിലെ ടോക്സിൻസ് റിമൂവ് ചെയ്യാനുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മൾ നേരത്തെ ആദ്യ അധ്യായങ്ങളിൽ പറഞ്ഞതിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഡെയിലി ഡിറ്റോക്സ് അതേ സമയത്ത് നന്നായി പുകവലിക്കുന്ന, നന്നായി മദ്യപാനം ശീലമാക്കിയ, അതുപോലെ കൊക്കക്കോള, പെപ്സി പോലുള്ള സാധനങ്ങളൊക്കെ സ്ഥിരമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുന്ന, ഇനി അല്ലെങ്കിൽ എണ്ണക്കടികളൊക്കെ സ്ഥിരമായി കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായി കഴിക്കേണ്ട സാധനമാണ് എന്ത്? ഡെയിലി ഡിറ്റോക്സ്. കഫ്നിലെ പറ്റി ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ അതിക്ക് അതിന് സിമ്പിൾ ആയിട്ട് പറയാം, കണ്ടന്റിലേക്കുള്ള ഒന്നും പോകുന്നില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ആദ്യം പഠിച്ചു വെക്കുന്ന കണ്ടന്റുകൾ അതിനകത്തുള്ളത്, അതുകൊണ്ട് ഒന്നും പറയുന്നില്ല. ഒറ്റ കാര്യം പറയാം, കഫത്തെ ഇളക്കി പുറത്ത് കളയാൻ ഉള്ള കപ്പാസിറ്റി ഞാൻ നേരത്തെ നന്ദ്യാർവട്ടത്തിനെ പറ്റി പറഞ്ഞ സമയത്ത്, സോമലതയെ കുറിച്ച് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ട് കഫം ഇളക്കി പുറത്ത് കളയാനുള്ള കപ്പാസിറ്റി സോമലത, നന്ദ്യാർവട്ടം പോലുള്ള ചെടികൾക്ക് ഉണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിനും നമുക്ക് തുളസി, ആടലോടകം, ചെറുവഴുതന, തിപ്പല്ലി, കച്ചൂര, ഇരട്ടി മധുരം ഒക്കെ അതിനകത്ത് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അതിന് ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അപ്പോ ഇതിന്റെ ഈ പ്രത്യേകത കഫം ഇളകി പുറത്ത് കളയുന്നതാണ്. ഇതിന് കോഴ്സൊന്നുമില്ല. കഫക്കെട്ടോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ ആ സമയത്ത് മാത്രം ഉപയോഗിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ്. 2 or 3 ബോട്ടിൽ അതുകൊണ്ട് തന്നെ കഫക്കെട്ടൊക്കെ നന്നായി ക്ലിയർ ആയി മാറും. ചില ആളുകൾക്ക് ഒറ്റ ദിവസം ഉപയോഗിച്ചാൽ തന്നെ അതിന് മാറ്റം കിട്ടാറുണ്ട്. അപ്പൊ അത്രയും നല്ല, അതായത് എന്താ പറയാ, സൈഡ് എഫക്റ്റ് ഇല്ലാതെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് കഫ്നില്. പിന്നെ മൾട്ടി ഗാർഡ് ബ്ലഡ് പ്യൂരിഫയർ. മൾട്ടി ഗാർഡ് ബ്ലഡ് പ്യൂരിഫയർ അതിനകത്തുള്ള പ്രധാനപ്പെട്ട കണ്ടന്റ് മാത്രം പറയാം, മഞ്ചട്ടി എന്ന് പറയുന്നത് രക്തത്തിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളെ അപ്പാടെ റിമൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി അതിനകത്തുണ്ട്. അതിനകത്ത് മറ്റൊരു കണ്ടന്റാണ് രാമച്ചം എന്ന് പറയുന്നത്. രാമച്ചം പൊതുവെ ശരീരത്തിനെ കൂൾ ചെയ്യാൻ സഹായിക്കും. അതിനെ ശരീരത്തിന്റെ താപനില നിയന്ത്രിക്കുന്നതിന് രാമച്ചത്തിന് വലിയ പങ്കുണ്ട്. രാമച്ചം എല്ലാവരും ഉപയോഗിക്കുന്ന സമയത്ത് അറിയാം, അത് കൂളിങ്ങിന് നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കാറുണ്ട്. അപ്പൊ ശരീരത്തെ കൂള് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. മഞ്ചിഷ്ട എന്ന് പറയുന്നത് ഇതും ഈ പറഞ്ഞ പോലെ തന്നെ രക്തത്തെ ക്ലീൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. രക്തശുദ്ധി ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇതും ഒരു 3 മാസത്തെ കോഴ്സായിട്ട് മാത്രം കാണുക. അപ്പോ ഈ പറയുന്ന രക്തശുദ്ധിക്കുള്ള ഈ പ്രൊഡക്റ്റും നമ്മൾ 95 സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അപ്രസക്തമാണ്, ഇതിന്റെ ആവശ്യമില്ല. അപ്പോൾ ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം രക്തശുദ്ധി ഇല്ലാത്ത കൊണ്ട് വരുന്ന ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതിലൊന്നാണ് നമ്മുടെ വെരിക്കോസ് വെയിൻ പോലുള്ള പ്രശ്നങ്ങൾ. ഇനി ശരീരത്തിൽ എന്ത് അസുഖം വരുന്നുണ്ടെങ്കിലും അടിസ്ഥാന കാരണം രക്തശുദ്ധി ഇല്ലായ്മയാണ്. രക്തശുദ്ധി ഇല്ലെങ്കിൽ, രക്തത്തിൽ മാലിന്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ ഈ മാലിന്യങ്ങൾ വഹിച്ചുകൊണ്ടാണ് എല്ലാ അവയവങ്ങളിലേക്കും രക്തം ഒഴുകി പോകുന്നത്. അപ്പോ പാൻക്രിയാസിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി കഴിഞ്ഞാൽ പാൻക്രിയാസ് ഡാമേജ് ആവും. ലിവറിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയാൽ ലിവർ ഡാമേജ് ആവും. കിഡ്നിയിൽ അടിഞ്ഞുകൂടിയാൽ കിഡ്നി ഡാമേജ് ആവും. ഇതൊക്കെ ഡാമേജ് ആകാതെ, അല്ലെങ്കിൽ ശരീരത്തിലെ ഓരോ ഓർഗൻസിനെയും പരിപാലിക്കുന്നതിന് ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് മൾട്ടി ഗാർഡ് ബ്ലഡ് പ്യൂരിഫയർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്.